സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് റിയൽമി 3 Pro എന്നൊരു മോഡലാണ്. ഫസ്റ്റ് ടൈം ഓപ്പണിംഗ് ആണ്. ഇതുവരെയായിട്ട് ഈ മോഡൽ ഓപ്പൺ ആയിട്ടില്ല. സോ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്നത് കാണാം. ഏറ്റവും ആദ്യം നമ്മൾ ബാക്ക് ഡോർ അയക്കണം. ബാക്ക് ഡോർ അയക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനം എടുത്തിട്ട് അതിൻ്റെ ബാക്ക് കൂടി ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ മതി. സോ നമ്മൾ ബാക്ക് ഡോർ മൊത്തം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഈ മോഡൽ സ്ക്രൂവും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. സോ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. സോ നമുക്ക് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങൾ നേരം പോലെ റിമൂവ് ചെയ്യാം. റിയൽമി 3 Pro ഏകദേശം കുഴപ്പമില്ലാത്തൊരു മോഡൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും സ്പേസും കാര്യങ്ങളുള്ള ഒരു മോഡലാണ്. സോ നമുക്ക് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. സോ ഇനി സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ അതിൻ്റെ ബാക്ക് ഡോറിലാണ് സ്ക്രൂവും കാര്യങ്ങൾ വെക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ പിന്നീട് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടും. സോ മാക്സിമം സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗത്ത് തന്നെ വിടാൻ നോക്കുക. സോ നമ്മൾ ഏകദേശം സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പാനൽ മൊത്തം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അടിഭാഗത്ത് കുറച്ച് സ്ക്രൂ കൂടി ഉണ്ട്. കുറച്ച് പഴയ മോഡലായതുകൊണ്ട് അതിൻ്റെ സ്ക്രൂവും കാര്യം എടുക്കാൻ കുറച്ച് ടഫായിരിക്കും. കാരണം അത് അതിൻ്റെ ട്രെഡും കാര്യങ്ങളും പോയിട്ടുണ്ടാവും. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ഓപ്പൺ ആയതുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. സോ പരമാവധി നമുക്ക് നൈസിലെടുക്കാൻ വേണ്ടി നോക്കാം. റിയൽമി 3 Pro എന്ന മോഡലാണ് നമ്മളിന്ന് ശരിയാക്കുന്നത്. സോ മാക്സിമം നോക്കുക. അതിൽ കാണുന്ന പോലെ ചെയ്തിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങൾ ഇതേ മോഡൽ വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മാറ്റാം. സോ മാക്സിമം നോക്കിയിട്ട് അതേപോലെ കോമ്പൗണ്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മാറ്റാൻ നോക്കുക. അതിന് ഡിസ്പ്ലേ മാത്രമല്ല വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിലും ഇതുപോലെ ഓപ്പൺ ചെയ്താൽ മതി. സോ നമുക്ക് അതിൻ്റെ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യാൻ നോക്കാം. സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ബാക്ക് പാനലാണ്. ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നേരം പോലെ നോക്കണം. കാരണം സ്വിച്ചും കാര്യങ്ങൾ വീഴാറുണ്ട് കുറേ പ്രാവശ്യം. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള നേരത്തെ നോക്കുമ്പോഴാണ് സ്വിച്ചും കാര്യം നോക്കുക, അപ്പോൾ കാണാനുണ്ടാവില്ല. സോ അങ്ങനെ നമ്മൾ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്തു. ഇനി അതിൻ്റെ പഴയ ഡിസ്പ്ലേയും കാര്യങ്ങളും ആ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മിഡിൽ ഫ്രെയിം മാക്സിമം നേരം പോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഞാൻ ഈ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ട്യൂസറാണ്. ട്യൂസറാകുമ്പോൾ നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയും. സോ മാക്സിമം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ക്ലീനിങ് നേരം പോലെ ആയിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേയും കാര്യങ്ങളും ഫിക്സ് ചെയ്യുമ്പോൾ പ്രശ്നം വരാറുണ്ട്. സോ മാക്സിമം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ട്യൂസറാകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കോർണറും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും. സോ മാക്സിമം ട്യൂസർ ഉപയോഗിക്കുക. അതിന് ട്യൂസർ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതേപോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. എന്നിട്ട് എല്ലാം ക്ലീൻ ആയതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് ഡസ്റ്റും കാര്യങ്ങൾ തുണി എടുക്കുമ്പോൾ എല്ലാ കോർണറും നല്ല ഷാർപ്പായിട്ട് ക്ലീൻ ആവും. സോ ലാസ്റ്റ് തുണി എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. സോ നമ്മൾ കൊടുക്കുന്ന പുതിയ ഡിസ്പ്ലേ ഇട്ട് നോക്കാം. മെർക്കുറി എന്നൊരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക. കാര്യം ചെക്ക് ചെയ്തിട്ട് നോക്കാം ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണോ ഇല്ലേ. കൺഫേം ആയതിനു ശേഷം പിന്നീട് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്താൽ മതി. സോ നമുക്കത് ഓണാക്കി നോക്കി നോക്കാം. HD+ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. നല്ല മൂവിങ് ഉള്ളൊരു കമ്പനി ഡിസ്പ്ലേ തന്നെയാണ് മെർക്കുറിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കമ്പനി സാധനം തന്നെയാണ്. സോ നമ്മൾ ഫോൺ ഓണായിട്ടുണ്ട്. അതിന് നമുക്ക് ടച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നോക്കാം. വളരെ നൈസായിട്ട് ടച്ചും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് വർക്കാവുന്നുണ്ട്. സോ നമുക്കിനി അതിന് റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഗമ്മിടാൻ വേണ്ടി ഞാൻ T7000 എന്ന ഗമ്മാണ് ഉപയോഗിക്കുന്നത്. RD എന്നൊരു കമ്പനിയുടെ ഗമ്മാണ്. ഇതാകുമ്പോൾ നല്ല ക്ലിയറായിട്ട് ഒട്ടാൻ ചാൻസ് കൂടുതലുള്ളൊരു ഗമ്മാണ്. സോ നമുക്ക് ഗമ്മിടാം. ഗമ്മിടുമ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ 4 കോർണറും കുറേശ്ശെ ഇട്ടാൽ മതി. കാരണം കൂടുതലിടുമ്പോൾ പിന്നീട് പ്രശ്നം വരും. സോ നൈസിലിട്ടാൽ മതി, കൂടുതലിടേണ്ട ആവശ്യമില്ല. ഗമ്മും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. അടിഭാഗത്ത് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അടിഭാഗത്ത് കൂടുതലിട്ട് കഴിഞ്ഞാൽ സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. സോ ഇടുമ്പോൾ ചെറുതായിട്ട് അടിയിലിട്ടാൽ മതി. ബാക്കി നമ്മൾ എല്ലാം ഗമ്മിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രെയിമിൽ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിട്ട് മൊത്തം പാക്ക് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാൻ കഴിയും. ഈ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ
ഫ്രെയിം ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം ഫ്രെയിം ക്ലീൻ ഉണ്ടെങ്കിലേ ഡിസ്പ്ലേ കറക്റ്റ് ഫിറ്റിംഗ് ഇരിക്കുള്ളൂ. രണ്ടാമത്തെ നമ്മൾ ആ ഡിസ്പ്ലേ ഗമ്മിടുമ്പോൾ സൈഡിൽ കൂടി കുറച്ച് ഗമ്മിട്ടാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അടിഭാഗത്തുള്ള ഗമ്മുണ്ടല്ലോ അവിടെ കുറച്ചിട്ടാൽ മതി. ഇനി അവിടെ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഫ്രെയിമിൽ ചെറുതായിട്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മൾ സ്ക്രൂവും കാര്യങ്ങളും അതിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം അതിൻ്റെ ബാക്ക് ഡോറിലാണ് വെക്കാറ്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ സ്ക്രൂവും കാര്യങ്ങളും എടുത്തിട്ട് വേറെ എവിടെയും നോക്കി നടക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് സ്ക്രൂ എടുത്തിട്ട് ഫിക്സ് ചെയ്താൽ മതി. സോ നമുക്ക് ഓരോന്നായിട്ട് ഇനി സ്ക്രൂ അതിൻ്റെ ഫിറ്റ് ചെയ്യാം. സോ മാക്സിമം വീഡിയോ കണ്ട് ഇതേപോലെ ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. സോ മാക്സിമം നേരം പോലെ നോക്കിയിട്ട് ഇതേപോലെ ശരിയാക്കാൻ വേണ്ടി നോക്കാം. റിയൽമി 3 Pro എന്നൊരു മോഡലാണ്, കുറച്ച് ഓൾഡ് മോഡലാണ്. സോ ചിലർ ഇതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും തോന്നും ഇത് അടപ്പായിട്ടാണോ ഊരേണ്ടത് അതോ ബാക്ക് ഡോറായിട്ടാണോ ഊരേണ്ടത്. സോ ഇത് ബാക്ക് ഡോറായിട്ടാണ് ഊരേണ്ടത്, കാരണം അടപ്പല്ല. അപ്പോൾ നമ്മൾ ഏകദേശം സ്ക്രൂ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രൂ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് ഡോറിൽ ഒന്ന് ഗമ്മിടണം. കാരണം ബാക്ക് ഡോർ ഗമ്മിട്ടിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഗമ്മിട്ട് ഒരു 10 മിനിറ്റ് 15 മാക്സിമം ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി. കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം അരമണിക്കൂർ മതി. അതിൽ കറക്റ്റ് ഫിക്സിങ്ങും ആവും ചെയ്യും, ഫിറ്റിംഗ് ആവും ചെയ്യും. സോ സ്ക്രൂ ആദ്യം നേരം പോലെ ഇട്ടതിന് ശേഷം മാത്രം ബാക്ക് ഡോർ ഇടാൻ നോക്കുക. സോ നമ്മൾ 99% കംപ്ലീറ്റ് ആയി. ഇനിയുള്ള 1% നമ്മൾ അതിൻ്റെ ബാക്ക് ഡോറ് നേരം പോലെ ഗമ്മിട്ടിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫോൺ ഓണാവുന്നത് കാണാം. റിയൽമി അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ്, വല്ലാതെ ഹാങ്ങും കാര്യങ്ങളും ഇല്ലാത്തൊരു മോഡലാണ്. സോ ഈ നമ്മൾ ബാക്ക് ഡോറിൽ ഗമ്മിട്ടിട്ട് അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഓക്കെ, നമ്മൾ ബാക്ക് ഡോറിൽ ഗമ്മിട്ടിട്ടുണ്ട്. ഇനി 4-5 റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. കാരണം അത് ഒരു ഒട്ടാവുന്ന ഒരു അരമണിക്കൂർ ടൈം പിടിക്കും. സോ ഒരു അരമണിക്കൂർ റബ്ബർ ഇട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് നോക്കാം. സോ ഫൈനലി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്